ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നു. ഉപ്പാൻ്റെയും ഉപ്പാൻ്റെയും കയ്യിൽ വലിയ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ആ കുട്ടി അതിവിശിഷ്ടമായി കഴിവുള്ള കുട്ടിയാണ്. ഉമ്മയും വാപ്പയും അവനെക്കുറിച്ച് കുറേ പരാതികളുടെ കെട്ടഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ കുട്ടി വളരെ സ്മാർട്ടായിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം: നിങ്ങൾ എന്നെ കൗൺസിലിങ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചു എന്നോട്. 6ാം ക്ലാസ് പഠിക്കുന്ന 11 വയസ്സുകാരൻ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത വർത്താനം: എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഉമ്മയും വാപ്പയും ഇല്ലേ, അവരെയാണ് നിങ്ങൾ ആദ്യം ശരിയാക്കേണ്ടത്. തെളിവായിട്ട് എൻ്റെ അനിയത്തിനെ ഞാൻ പുറത്തു കൊണ്ടാന്ന് ഇരുത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ അവളെയും കൂടി വിളിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ വീട്ടിലെ വിഷയം? അപ്പോൾ കുട്ടി പറയാ, ഏറാണ് സാറേ വീട്ടിൻ്റെ അകത്ത്. ഏറെന്ന് പറഞ്ഞാൽ എറിയുക. എന്താണ് എറിയുന്നത്? കിണ്ണെടുത്തിട്ട് ഉമ്മ ഇങ്ങോട്ട് എറിയും, അന്നേരം ഇസ്തിരിപ്പെടുത്തിട്ട് ഉപ്പ് എടുത്തിട്ട് അങ്ങോട്ട് എറിയും. റിമോട്ട് എടുത്തിട്ട് എറിയുന്ന കാണാം, മൊബൈൽ എടുത്തിട്ടും എറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൊള്ളാണ്ട് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കുരുത്തക്കേട് കാണിക്കാണ്ടിരിക്കുക? ഞങ്ങളെ മനസ്സിൽ സമ്മർദ്ദങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഞങ്ങളുടെ മനസ്സിൽ സമ്മർദ്ദങ്ങളുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. പല വീട്ടിൻ്റെ അകത്തും കുറേ കെട്ടിവെച്ച അസ്വസ്ഥതകളുടെ ഇടയിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുണ്ട്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക എന്ന അർത്ഥത്തിൽ ജീവിക്കുന്ന ധാരാളം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമാണ് നിലമ്പൂർ. നിലമ്പൂർക്കാരനായ കവിയെ, മാപ്പിള കവിയെ നിങ്ങൾ മറക്കൂല. എസ്.എ. ജമീൽ സാഹിബ് എന്ന് പറയുന്ന മാപ്പിള കവി, നിലമ്പൂരിലെ മാപ്പിള കവി. അദ്ദേഹം എഴുതിയ കുറേ പാട്ടുകളുണ്ട്. ആ പാട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ട്, നിങ്ങൾക്കറിയുന്ന പാട്ട് വേറെയാണ്, പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു: അന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിലേറ്റവും വലിയ സുന്ദരി. ഇന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യയൊഴിച്ചു മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. പിഞ്ചുകിടാങ്ങൾക്ക് വേണ്ടി ഈ തരികിട തക്കിട വണ്ടി ഒടുക്കം വരെ ഓട്ടാനാണ് യോഗം എന്ന രീതിയിലുള്ള ഒരു കവിത. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പെണ്ണ് മാത്രമായിരുന്നു എല്ലാം, എൻ്റെ ആണ് മാത്രമായിരുന്നു എല്ലാം. ഇന്നിപ്പോൾ കാലം കഴിയുന്നതിനനുസരിച്ച് എന്തെല്ലോ സുഖക്കുറവുകൾ എനിക്ക് തോന്നുകയാണ്. അപ്പം തൽക്കാലം പിഞ്ചു കിടാങ്ങൾക്ക് വേണ്ടി, കുട്ടികളൊക്കെ ഉണ്ടായില്ലേ, അങ്ങനെ അങ്ങ് പോകുക തന്നെ, എന്ത് ചെയ്യാനാ, ജീവിച്ച് തീർക്കുക തന്നെ എന്ന് പറഞ്ഞ് ജീവിച്ച് തീർക്കുന്ന ഒരൊട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അങ്ങനെ അങ്ങ് സങ്കടപ്പെട്ട് ജീവിച്ച് തീർക്കേണ്ടതാണോ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ജീവിതം? അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും അതിൽ ലഭിക്കാനുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന താളപ്പിഴവുകളെ നേരെയാക്കി കൊണ്ടുവരാൻ സാധിക്കുക? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടിസ്ഥാനപരമായി നമ്മളുടെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ സങ്കല്പം ഉസ്താദൊക്കെ ഇവിടെ ഓതി കേൾപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പം. കുടുംബജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം മനസ്സിലാക്കിയിട്ട് വിവാഹം ചെയ്യുന്നവരും അത് മനസ്സിലാക്കാതെ വിവാഹം ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചാൽ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി എന്താ നിങ്ങൾ കൊടുക്കാറ്? എന്തെങ്കിലും കൊടുക്കുന്ന ശീലമുണ്ടോ? ഒന്നും കൊടുക്കാറില്ലേ? ഉണ്ടോ? ഇല്ലേ? നമ്മളൊക്കെ നാട്ടിൽ ഓരോരുത്തരും ഓരോരോ ശീലങ്ങളാണ്. ചിലയിടത്ത് എന്താ കൊടുക്കുക? സ്വർണം കൊടുക്കുമോ? അല്ല, ചുരിദാർ കൊടുക്കും. ഒന്നും കൊടുക്കില്ല. മിഠായി കൊടുക്കും, വള കൊടുക്കും, ബ്രൈസ്ലെറ്റ് കൊടുക്കും. ചില നാട്ടിൽ നല്ലൊരു സ്മാർട്ട് ഫോണും കൊടുക്കും, അതിലൊരു റീചാർജ് ചെയ്തിട്ട് കൊടുക്കും. കാരണം എന്തിനാ? ഇത് ഇനി കല്യാണം കഴിയുന്നത് വരെ ഇവനും ഇവളും നല്ലോണം ഒന്ന് വർത്താനം പറഞ്ഞിട്ട് സെറ്റായിക്കോട്ടെ എന്നുള്ളൊരർത്ഥത്തിലാണ്. നല്ല സുഖം. അപ്പോൾ കാരണന്മാരൊക്കെ സമ്മതിക്കുക, നല്ലതാണ്, അവർ തമ്മിലൊന്ന് സംസാരിച്ചിട്ടൊന്ന് റെഡി ആയിക്കോട്ടെ. ഒരു 5-6 മാസം എടുക്കുമല്ലോ നിക്കാഹ് നടക്കാം. പാതി രാത്രിയിലൊക്കെ ഈ ആണും പെണ്ണും ഇങ്ങനെ വർത്താനം പറയും. അപ്പോൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടൊരാണ് എന്തായാലും വളരെ ശ്രദ്ധിച്ചിട്ടേ വർത്താനം പറയുള്ളൂ. അവൻ്റെ തനി സ്വഭാവമൊന്നും പുറത്ത് കാണിക്കൂല. പെണ്ണും അവളുടെ തനി സ്വഭാവമൊന്നും പുറത്ത് കാണിക്കൂല. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഇവർ വിചാരിക്കും പെണ്ണിൻ്റെ വർത്താനം ഐസ്ക്രീം പോലെ, ആണിൻ്റെ വർത്താനം ഫലൂദ പോലെ. ഇവർ വിചാരിക്കും ജീവിതം ഇങ്ങനെ തന്നെ ഉണ്ടാവുക. 6 മാസം കഴിഞ്ഞിട്ട് പാതി രാത്രിയൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് വിളിച്ച് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇടങ്ങാറാണ്. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടാകുമ്പം ഇവർ വിചാരിക്കും, പടച്ചോനെ ഈ തൊട്ടത് മോശമായിപ്പോയി, ഈ പിടിച്ച കൊമ്പ് ശരിയായില്ല. കണ്ടോ? എന്താ കാരണം?
ജീവിതത്തെക്കുറിച്ച് ഈ ആണിനും പെണ്ണിനുമുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. ആണ് വിചാരിക്കുന്നു വളരെ സന്തോഷം തരുന്ന പെണ്ണ് വിചാരിക്കുന്നു വളരെ സന്തോഷം തരുന്ന ആണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത മാത്രമേ ഉണ്ടാകുള്ളൂ, സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ, സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആണും പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ അവർക്കിടയിൽ ചെറിയ കുഞ്ഞു പൊട്ടലും തീറ്റലും ഉണ്ടാകുമ്പം അതവർക്കത് ഏറ്റെടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയാകുന്നു. ആരാണ് ഉത്തരവാദി? കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ നിക്കാഹിന് മുമ്പേ വർത്തമാനം പറയാനും അവർക്കിടയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൊടുത്ത നമുക്ക് ഉണ്ടായ പ്രശ്നമാണ്. 3 മാസം കഴിഞ്ഞും 2 മാസം കഴിഞ്ഞും വിവാഹ തർക്ക കോടതിയിലേക്ക് വരുന്ന ഇഷ്ടം പോലെ ആണിനെയും പെണ്ണിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാരണം? ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ആണും പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോയത്. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫി അനുസരിച്ച് എങ്ങനെയാണ് ഒരു വിവാഹ ജീവിതത്തെ കൊണ്ടു നടക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. എത്രയോ വ്യത്യാസമുള്ള ആണും പെണ്ണും അല്ലേ? ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച ആണ്, വേറൊരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച പെണ്ണ്. തലച്ചോറിൻ്റെ നാഡീകോശങ്ങളുടെ വളർച്ചയിലും ജീനിലും ഒരുപടി വ്യത്യാസമുള്ള ഈ ആണും പെണ്ണും തമ്മിൽ എത്ര കാലം നിലനിന്ന് പോകണം? ഇന്നലെ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു ആയുർവേദ ഡോക്ടർ വിവാഹത്തെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു. ആ കുട്ടിക്ക് 26 വയസ്സായി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർക്ക് 26 വയസ്സായി, ഇനിയും ജീവിച്ചതിൻ്റെ 2 ഇരട്ടിയിലേറെ നിങ്ങൾ ജീവിക്കേണ്ട വിവാഹ ജീവിതത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം. വിവാഹം എന്ന് പറയുന്നൊരു തമാശ കളിയല്ല. ഇസ്ലാമിലെ നിക്കാഹ് വളരെ ലളിതമാണ്. അൻകഹ സവ്വജ എന്ന് പറയുന്ന 2 പദങ്ങൾ ചേർത്ത് വെക്കുമ്പം അതിന് 2 സാക്ഷികളുണ്ടെങ്കിലാണ് നമുക്കൊരു വിവാഹമായി. വളരെ ലളിതമാണ്, എന്നാൽ പ്രൗഢമാണ്. എന്നാൽ ഏതോ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന ആണും അതുപോലെയുള്ളൊരു പെണ്ണും വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണ് സാധിക്കുക? അത്ര എളുപ്പമല്ല. ഞാനൊരു തമാശ പറയാം. ഈ വിവാഹ പരിശീലന ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഒരു പരിശീലകൻ, ഇതുപോലത്തെ അല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യയും ഭർത്താവും മാത്രം ഇരിക്കുന്ന ചില പരിശീലനങ്ങളുണ്ട്. ഇപ്പം ചില മഹല്ലുകൾ അൽഹംദുലില്ലാ 2 തരം പരിപാടികൾ ചില മഹല്ലുകൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുന്നുണ്ട്. അതിലൊന്ന് കല്യാണം കഴിയാൻ പോകുന്ന ആണ് 23 വയസ്സ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് 18 വയസ്സ്. അവർക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം എന്ന ഒരു പരിപാടി, അത് മഹല്ല് ഫെഡറേഷൻ വളരെ കൃത്യമായി നടപ്പിൽ വരുത്തുന്ന ഒരു പദ്ധതിയാണ്. വിനീതൻ അതിൻ്റെ ഒരു അക്കാദമിക് വിങ്ങിൻ്റെ കൺവീനറാണ്. അതിൽ 6-7 ക്ലാസ്സുകളാണ് കിട്ടുക. നിങ്ങളുടെ നാട്ടിൽ തങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കണം. വിവാഹ ജീവിതം എന്തെന്ന് അറിയാത്ത ആണും പെണ്ണും ജീവിതത്തിലേക്ക് കടന്നുപോയാൽ ഉണ്ടാകുന്ന അങ്കലാപ്പ്, എന്തെങ്കിലും നിലക്ക് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ട്, വൈകല്യങ്ങളുണ്ട്, ബുദ്ധിപരമായ തകരാറുകളുണ്ട്, വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഏറ്റെടുക്കണ്ടേ? ഇതേക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈ ഒരു പരിശീലനം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. 3 മാസം കൊണ്ട് തീരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ടത് ചെയ്യാം. 17-18 വയസ്സാകുന്ന പെണ്ണും 23 വയസ്സാകുന്ന ആണും ഒന്നിച്ചല്ല, ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയൊരു ഗുണം എന്താ? ജീവിതത്തിൽ വലിയ തിരിച്ചറിവുണ്ടാകും. രണ്ടാമത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ്. ഈ അടുക്ക് ഒരു അറബി കോളേജിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഞാൻ 50 ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇതുപോലൊരു ഹാളിൽ ഒരു പരിശീലന പരിപാടി തന്നെ. 3.5 മണിക്കൂർ നേരം ഭാര്യയും ഭർത്താവും മാത്രമാണ് വന്നേ. ഭാര്യ അപ്പുറം ഉണ്ടെങ്കിൽ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് അവർ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞു, കണ്ണിലേക്ക് നോക്കി വർത്താനം പറഞ്ഞു, കിടക്ക് ചിരിച്ചിട്ട് തിരിച്ചു വന്നു, ചില തമാശകൾ കേട്ടിട്ട് അവർ തിരിച്ചു വന്നു. അവസാനം ഒരാൾ എഴുതി തന്ന ഫീഡ്ബാക്കിലുണ്ടാവും, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് 3.5 മണിക്കൂർ ഇങ്ങനെ ഒറ്റക്ക് കിട്ടിയത്, അങ്ങനെ കിട്ടാറില്ല.